നമസ്കാരം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായി ഒരു വീടാണ്. വാസയോഗ്യമായ വീട്. കുറെ ലക്ഷങ്ങൾ മുടക്കി വീട് പണിയുക എന്നുള്ളതല്ല. വാസ്തുശാസ്ത്രമൊക്കെ നോക്കി അതിന്റെ കാര്യങ്ങളും ആംബിയൻസും ഒക്കെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന രീതിയിൽ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുകയും അത് ഡിസൈൻ ചെയ്യുകയും വാസ്തുശാസ്ത്രങ്ങളും ഒക്കെ നോക്കുന്ന ഒരു വ്യക്തി ഉണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേരാണ് നമ്മുടെ മണർകാടുള്ള ന്യൂസ് ഡിസൈൻ ക്രിയേഷൻ. അതേക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയാം. ഒരു മിനിറ്റ് കോൾ വരുന്നേ. നമസ്കാരം രാജ. ദുബൈയിൽ നിന്നാണ് കേട്ടോ. വീട് വേണം. ആയിക്കോട്ടെ. 1800-2000 സ്ക്വയർ ഫീറ്റ്. വാസ്തുശാസ്ത്രമൊക്കെ നോക്കണം. ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ശരി. അപ്പം അദ്ദേഹം പറഞ്ഞതേ വാസ്തുശാസ്ത്രമൊക്കെ നോക്കണം, കാര്യങ്ങളൊക്കെ വേണം. അത്യാവശ്യം എനിക്ക് സിവിൽ അറിയാവുന്നതുകൊണ്ട് നമ്മുടെ പ്രദീപേട്ടന് ഞാനിങ്ങനെ തിരക്കി പോവാണ്. മണ്ണർകാട് ചെന്നിട്ട് ബാക്കി നമുക്ക് അദ്ദേഹത്തെ ഇന്ന് വീഡിയോ കോൾ ചെയ്യാം നമ്മുടെ ദുബൈയിലേക്ക്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലൈവ് ടിവിയുടെ കേരള ഗൈഡ് എന്ന പ്രോഗ്രാമിലൂടെ ഒന്ന് പങ്കുവെക്കാം. വരൂ എൻ്റെ കൂടെ. അപ്പോഴേ ഞാൻ മണർകാട് നമ്മുടെ ന്യൂസ് ഡിസൈൻ ക്രിയേഷന്റെ പ്രദീപ് കിഴക്കൻ സാറിന്റെ അടുത്തുണ്ട്. സാറിനോട് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ സാറേ, നമസ്കാരമുണ്ട്. നമസ്തേ. എൻ്റെ ഒരു സുഹൃത്തിനെ ഒരു ബിൽഡിങ്ങിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വേണം, എൻ്റെ വാസ്തു ഒക്കെ വേണം. അങ്ങനെ എന്നെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. ശരി. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. പുള്ളി ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും സാറേ, നമുക്ക് ഒരു 1800 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് വേണ്ടത്. നമുക്കിപ്പോൾ ഈ ഒരു വർഷം രംഗത്തേക്ക് വന്നിട്ട് സാർ എത്ര വർഷമായി? ഞാൻ 1990 തൊട്ട് പ്രൊഫഷണലാണ്. ശരി. ഈ വാസ്തു ബേസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയത് ഒരു 94 കാലഘട്ടം തൊട്ട് പുള്ളി വാസ്തു ബേസ് ചെയ്താൽ ചെയ്യുന്നത്. ശരി. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും സയൻറ്റിഫിക് ആണ് വാസ്തു. വരുന്ന ആൾക്കാർക്ക് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കുക. വാസ്തുവിൻ്റെ ബേസ് തന്നെ പ്രഷർ വേരിയേഷൻസ്. ശരി. നമ്മളിപ്പോൾ സർഫസിൻ്റെ കണ്ടീഷൻസ്, സോയിലിൻ്റെ കപ്പാസിറ്റി, പിന്നെ ഇവരുടെ ആവശ്യകത. ഒരിക്കലും ഇപ്പം 1500 സ്ക്വയർ ഫീറ്റ് മതി അല്ലെങ്കിൽ 3000 വേണം എന്ന് പറയുന്നവരോട് ഞാൻ അവരുടെ ആവശ്യകത അനുസരിച്ചിട്ട് പ്ലംബറിയെ ഉറപ്പിക്കും. ഒന്നാമത് ഇപ്പോഴത്തെ സാഹചര്യം കൺസ്ട്രക്ഷൻ കോസ്റ്റ് അത് ബേസ് ചെയ്ത് നിർമ്മാണ ചെലവുകളൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന കാലം അല്ലേ. തന്നെയല്ല, സ്കിൽഡ് വർക്കേഴ്സ് മുഴുവനും ആത്മാർത്ഥമില്ലാതെ വർക്ക് ചെയ്യണം. അത് ശരിയാ. അത് ഈ മേഖല നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ക്ലയൻസ് ആര് വന്നാലും അവരോട് തുറന്ന് ഞാൻ സംസാരിക്കും. അത് കഴിഞ്ഞിട്ടേ വർക്ക് എടുക്കത്തുള്ളൂ, ഞാൻ വിട്ടുകളയില്ല. അത് ശരി. ഇപ്പൊ ഏകദേശം എത്ര വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്? കാര്യം ഇത് എന്റെ കൂട്ടുകാരനോടൊന്ന് പറയാൻ വേണ്ടിയാണ് കേട്ടോ. എന്റെ കുറെ ചെയ്ത വർക്കുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഉണ്ട്, കുറെ അധികം ഉണ്ട്. കുറച്ചെണ്ണത്തിന്റെയോ റെക്കോർഡ് ഞാൻ സൂക്ഷിക്കാം. അത് ശരി. അതുപോലെ ഈ വാസ്തുശാസ്ത്രം ഇതിന് എത്രത്തോളം നമുക്കിപ്പം പ്രയോജനം ചെയ്യുന്നുണ്ട്? ഇതിനെപ്പറ്റി കാലാവസ്ഥയും അന്തരീക്ഷസ്ഥിതിയുടെ ബാലൻസിങ്ങിന്റെയും അടിസ്ഥാനം വാസ്തു തന്നെയാണ്. അത് ശരി. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അന്തരീക്ഷസ്ഥിതിയായിട്ട് ചേരുവോ ചേരുകയില്ല എന്നുള്ള സ്ഥലം അനുസരിച്ചിട്ടും അതനുസരിച്ച് ഓൾഡ് തിക്നെസ് ഉണ്ടാവാം. അത് നമ്മുടെ എഞ്ചിനീയറിങ്. ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഓരോ റൂമിന്റെ ഇന്റേണൽ സ്പേസ് അതനുസരിച്ച് ഓരോ കാൽക്കുലേഷൻസ്. ശരിക്കും ശാസ്ത്രം തന്നെയാണ്. 100% സയന്റിഫിക് ആണ്. പിന്നെ അത് ഉപയോഗിക്കുന്നവരുടെ മെത്തേഡാണ് തെറ്റിപ്പോകുന്നത്. കാരണം ഇതിപ്പോൾ വർക്ക് കിട്ടാൻ വേണ്ടി പല ഇത് പറയാറുണ്ട്. ഇതല്ല, വരുന്ന ആ ക്ലയൻസിനോട് സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയാൽ നമ്മൾ വർക്ക് ചെയ്യും. പിന്നെ വാസ്തു എന്നും പറഞ്ഞിട്ടും എല്ലാവർക്കും വിശ്വാസങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് അവൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കി അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നു, പക്ഷെ അവനകത്ത് ഒരു വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ചേട്ടൻ്റെ അടുത്തോട്ട് വന്നത്. ഇതിന്റെ അത് യൂട്യൂബിൽ പറയുന്ന ബേസിക് കാര്യങ്ങളാണ്. ഇത് പൂർണ്ണശാസ്ത്രമുണ്ട്, പ്രായോഗിക ശാസ്ത്രമുണ്ട്. പൂർണ്ണശാസ്ത്രമാണ് എല്ലാവരും ബേസ് ചെയ്യുന്നത്. ഇന്നത് ആപ്ലിക്കബിൾ അല്ല എൻ്റെ അറിവിലാണ്. കാരണം പഴയകാലം നാലുകെട്ടുണ്ട്,
അറേനിരയുണ്ട്, സുക്ഷേത്രം, ഇങ്ങനെ പല അതെ അതെ കേസിലേക്ക് അതെ ഇത് വരുമ്പോഴത്തേക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നത് ഇപ്പൊ ഏകശാലകൾ 4 ഡിവിഷൻ ആക്കി, തെക്കിനി, വടക്കിനി, അതെ അതെ പടിഞ്ഞാറ്റിനി, കിഴക്കിനി. ഇത് വരുമ്പോഴത്തേക്കും നമ്മളിപ്പം പടിഞ്ഞാട്ട് ദർശനമാണെങ്കിൽ അതിനെ കിഴക്കിനി എന്ന് പറയും, കിഴക്ക് ദർശനമാണെങ്കിൽ പടിഞ്ഞാറ്റിനി എന്ന് പറയും, വടക്ക് ദർശനമാണ് തെക്കിനി എന്ന് പറയും, തെക്ക് ദർശനമാണ് വടക്കിനി എന്ന് പറയും. അതാണ് അത് 4 കെട്ടിനെ 4ആയിട്ട് ഡിവിഷനാണ്. ഇപ്പൊ എല്ലാവരും സെൻട്രൽ കോട്ടയാട് ഇടുന്നു. പഴയ ഒരു കണ്ടംപററി ശൈലിയിലേക്ക് ആൾക്കാർ തിരിച്ചു അത് വരുന്നുണ്ട് അല്ലേ? അല്ല, അത് ആർക്കിടെക്ചറൽ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കും യൂസ്ലെസ് ആയ ഒരു സ്പേസ് ആവും. ഓ ശരി. പ്രയോജനമില്ല. ഒന്നിപ്പോഴത്തെ സെക്യൂരിറ്റി പ്രശ്നം, മോൾ ഓപ്പൺ ആണെങ്കിൽ ആ. ഒരു കള്ളനകത്ത് കാരണം ഈസിയാണ്. നല്ല ലോക്ക് ഉണ്ടെങ്കിൽ പ്രശ്നമാണ്, പിന്നെ ആണ് ഓപ്പൺ ആണെങ്കിൽ. ഓപ്പൺ ആണ്. ഇത് ഇമ്മ ഇറങ്ങി വരാം. തന്നെയല്ല, തൂണുകൾ അമിതമായിട്ട് അകത്ത് വന്നാൽ നിഴലുകൾ ഒരുപാടുണ്ടാകും. പിന്നെ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കൂടും. മറ്റുള്ള ഒരുപാട് ഇതുണ്ട്. അത് ശരി. പിന്നെ ആവശ്യമില്ലാത്ത സ്റ്റെയർ കേസുകളെ ചില വലിയ ഹോട്ടലുകളിലെ പോലെ കർവായിട്ടൊക്കെ ചെയ്യും. അത്ര ഏറിയ വെറുതെ കളയുക ചെയ്ത് കൊടുക്കുന്ന ഞാൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അത് ക്ലയന്റിന് അത് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. എന്നിരുന്നാലും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ എന്നെ ശരിക്കും ആകർഷിച്ചത് ന്യൂസ് പേര്. സാധാരണ നമ്മൾ ഈ ന്യൂസ് ചാനലുകൾ ഒക്കെയാണ് കൂടുതലായിട്ട് ഇടുന്നത്. അങ്ങനെ അതെന്താ അങ്ങനെ ഒരു സംഭവം? അതാണ് ഞാൻ ശരിക്കും ഇങ്ങോട്ട് വരാൻ കാരണം കേട്ടോ. ന്യൂസ് എന്ന് എടുത്തത് വാർത്താ ചാനലുകൾ എടുത്തത് തന്നെ നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് വേണം. നോർത്ത് പോളുകളിൽ ചെയ്യേണ്ടതിന് കുറെ വാസ്തു ബേസ് ചെയ്തുള്ള കാര്യങ്ങളുണ്ട്. ഈസ്റ്റ് ചെയ്യേണ്ടതിന് അതിന്റെ കാലാവസ്ഥ, വായുസഞ്ചാരം, സൂര്യപ്രകാശം ഇതനുസരിച്ച് സെറ്റ് ചെയ്യും. ഇപ്പൊ നമ്മള് ഭൂമിയുടെ ഒരു ഇത് നിലനിൽപ്പ് 23.5 ഡിഗ്രി ചെരിഞ്ഞാണെങ്കിൽ ഓരോ ദേശത്തേക്ക് മാറുന്ന അതനുസരിച്ചിട്ട് മാറ്റങ്ങളാണ്. കോൽ കണക്ക് 72 സെന്റിമീറ്റർ ഒരു കോലെന്നും പറഞ്ഞാണ് അളവ്. ഇതിന് മാറ്റങ്ങളുണ്ട്. ആലപ്പുഴ സൈഡിൽ വ്യത്യാസമുണ്ട്, പാലക്കാട് സൈഡിലുണ്ട്. പിന്നെ ഈ ഓരോ പർപ്പസ് അനുസരിച്ച് കോലിന് അളവ് വ്യത്യാസമുണ്ട്. നോർമൽ ആൾക്കാർക്ക് 72 എടുക്കാം. ഇപ്പൊ ഇല്ലങ്ങളൊക്കെയാണ് 90 സെന്റിമീറ്റർ ആണ് എടുക്കുന്നത്. കാരണം അതിന്റെ ആ പർപ്പസിന്റെ കണ്ടീഷൻ. അതിനെയാണ് പൂർണ്ണശാസ്ത്രത്തിൽ ചാതുർവർണ്ണ വ്യവസ്ഥ അനുസരിച്ചിട്ട് ബിൽഡിങ് ചെയ്യാൻ പറ്റും. ക്ഷത്രിയൻ, അതായത് ഒഫീഷ്യൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര ഏരിയകൾ വേണം. കോൺഫറൻസ് കാണും, മറ്റുള്ള കാര്യങ്ങളുണ്ടാകും. ഇപ്പം ബ്രാഹ്മണ എന്ന് പറയുന്ന ഇത് പൂജാരി, നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങളെ അവർക്ക് അവരുടേതായ പർപ്പസിനുള്ളതായിരിക്കും. വൈശ്യൻ, ശൂദ്രൻ, അവർക്ക് കൃഷി ചെയ്യുന്നതിന് ഇത് പണ്ടശാല വരെ വേണം. കച്ചവടക്കാരനാണെങ്കിൽ അവന്റെ ഇത് വേണം, ആയുധങ്ങൾ സൂക്ഷിക്കണം. അപ്പൊ അല്ലാതെ അതിന് ഒരു വർണ്ണ വിവേചനമല്ല, പർപ്പസ് അനുസരിച്ച് ചെയ്യുന്നു. അത് വാസ്തുശാസ്ത്രത്തെ ഇതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ സമകാലീനത്തിൽ അത് പലതിനു വേണ്ടി മാറ്റുന്നുണ്ട്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ പേര് വാസ്തുവിൽ നിന്ന് തെന്നിപ്പോകും. അപ്പൊ നമുക്ക് ഈ സ്ഥലം കണ്ടാൽ മാത്രമേ വാസ്തു ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്ഥലം കുട്ടനാടാണ്. എന്നോട് ഒന്ന് വരണം, തീർച്ചയായിട്ടും ചെയ്തു തരണം. നമ്മൾ അമ്പലങ്ങളും അതേപോലെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അമ്പലങ്ങൾ ചെയ്തിട്ടുണ്ട്. കൊണ്ടക്കയത്ത് വെമ്പിളി എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യത്തെ. പിന്നെ ചെയ്തത് ദിണ്ടിഗലിനടുത്ത് ഒട്ടൻചിത്തിര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശിവക്ഷേത്രം. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ മണർകാട് ദേവസ്വം ബോർഡിന്റെ ഒരു അമ്പലത്തിന്റെ കുളം ചെയ്തു. ഈ മണർകാട് കാവുമ്പടി അമ്പലത്തിനടുത്ത് തന്നെ ഒരു ശിവക്ഷേത്രം, അതിന്റെ കുളം ചെയ്തു. ഈ കുളമൊക്കെ ചെയ്തതിന്റെ ഒരു പ്രൂഫ് തരാൻ പറഞ്ഞ് ചെയ്യാത്ത കാര്യം, ക്ഷേത്രങ്ങൾ നമ്മുടെയല്ല, ദേവാലയങ്ങൾ അതൊരിക്കലും നമ്മുടേതല്ല. നമ്മൾ അതിൻ്റെ അകത്തൊരു ഭാഗവാക്കാകുമ്പോൾ അത് നമ്മുടെ ക്രെഡിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ 100 അമ്പലങ്ങളും 100 പ്രതിഷ്ഠകളും നടത്തിയവരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി. പ്രാണപ്രതിഷ്ഠ എന്നാണ് പറയുന്നത്. ഒരാൾക്ക് ഒറ്റ പ്രാണനെ അത് കൊടുത്ത് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞ് പിന്നെ അയാൾ പോയി ചെയ്യുമ്പോൾ ഇളപടി എന്താ ചെയ്തെന്ന് ഞാൻ ചോദിക്കും. നേരത്തേക്ക് ഒരുപാട് വിശ്വാസങ്ങളാണ് ചോദ്യം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ജോലിയാണ്. പ്രതിഷ്ഠ ചെയ്യാനുള്ളതാണോ പുരോഹിതരുണ്ട്. ഇപ്പം ക്രിസ്ത്യൻ പള്ളികളെ, ഹിന്ദു അമ്പലങ്ങളെ, മുസ്ലിം ദേവാലയം, ഇതിനെല്ലാം വാസ്തു കണ്ടന്റുകളാണ്. കാരണം കുറെ ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അതിനകത്ത് പ്രഷറ്, എനർജി, പൗരോഹിത്യം, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരുമല്ലോ. നെഗറ്റീവും പോസിറ്റീവും ഇല്ലെങ്കിൽ മൂവ്മെന്റ് ഇല്ലല്ലോ. ഹാർട്ടിന്റെ ബീറ്റിംഗ് പോലെ തന്നെ ശുദ്ധീകരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. അല്ല, ശുദ്ധരക്തം തന്നെയാണ് അവൻ ചത്തുപോയി. നെഗറ്റീവ് ഉണ്ടാവും, ജീവിച്ചിരിക്കും, നാടിന് വാരയായിരിക്കും. രണ്ടോടെ അത് കുറച്ചിടുക. നെഗറ്റീവ് പോസിറ്റീവ് ഹൈ ആണ്. അല്ല, ഒരിക്കലും നെഗറ്റീവ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നമ്മള് ബിൽഡിങ്ങിന്റെ പ്ലാനും അതേപോലെ തന്നെ വാസ്തു മാത്രമേ ചെയ്യുന്നുള്ളൂ, കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നുണ്ടോ? ഡിസൈൻ ചെയ്ത് പെർമിറ്റ് എടുക്കും. ഞാൻ ലൈസൻസ് ചെയ്യാം, ലൈസൻസ് ചെയ്യാം. ആ കൂടെ വാസ്തു എന്റെ വർക്കുകൾക്കാണ് ചെയ്യുന്നത്. ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ
മറ്റുള്ളവർ എന്നെ ആശ്രയിക്കുന്നത്. അത് ശരി. അപ്പൊ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും വർക്ക് ഉണ്ടോ? എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം തൃശ്ശൂരിയാണ് ഒരു ബിൽഡിംഗ് ഞാൻ കാണിക്കാം. അത് ശരി. കാണുന്നത്. ആഹാ. പിന്നെ തിരുവനന്തപുരം ഉണ്ട്, കൊട്ടാരക്കരയുണ്ട്, ഇടുക്കിയുണ്ട്, വാഗമൺ ഒരു ഹോട്ടലിന്റെ വർക്ക് ചെയ്തു. അത് ശരി. അങ്ങനെ ഏറിയ മൂവാറ്റുപുഴ, എറണാകുളമൊക്കെ ചെയ്യുന്നു. നമുക്കിപ്പോ എത്ര ദിവസം വേണ്ടി വരുമായിരിക്കും ഈ ഒരു സംഭവം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി? അവരെ അടുത്ത ആഴ്ചത്തേക്ക് ഇങ്ങ് വരും, അതാണ് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ്സ് തന്നെ അറിയിക്കുക. എന്റെ സ്ഥലം ഒന്ന് കാണുമെന്നാണോ അല്ലേ? സ്ഥലം കാണാൻ ചെയ്യുക. ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ മുനിസിപ്പൽ റൂളുകളുണ്ട്. അത് ശരി. അത് ഗ്രാമപ്രദേശമാണ്, പഞ്ചായത്ത് റൂളുകൾ ബാധകമാണ്. മുനിസിപ്പൽ റോഡുകളുണ്ട്. ഇതിപ്പോ എത്ര സ്ഥലമുണ്ട്, സ്ഥലത്ത് വെള്ളമൊഴുക്കെതിരെയാണ്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ അന്തരീക്ഷത്തിന്റെ പൊല്യൂഷനും പ്രശ്നം ആകരുത്. ശരി. ഇത് കണ്ടിട്ട് പിന്നെ അത് വാസ്തുവിലേക്ക്, അത് ഫൈനലാണ് വാസ്തുവിലേക്ക്. അപ്പൊ താങ്കളെ എങ്ങനെയാണ് ഒന്ന് കോൺടാക്ട് ചെയ്യണം? അവനിപ്പോ നേരിട്ട് വിളിച്ചോളൂ. അപ്പൊ എങ്ങനെയാണ് ലൊക്കേഷനും ഒന്ന് കോൺടാക്ട് നമ്പറും? എനിക്ക് കുട്ടനാട്ടിൽ നിന്നുള്ള ലൊക്കേഷൻ അയച്ചു തന്നാൽ ഞാൻ അവിടെ എത്തും. അല്ല, താങ്കളെ കോൺടാക്ട് ചെയ്യേണ്ട ലൊക്കേഷൻ? അതിന്റെ എന്റെ ലൊക്കേഷൻ ഞാൻ കൊടുക്കാം. ശരി. അത് മണർകാട് എങ്ങനെയാണ്? കോൺടാക്ട് നമ്പർ, വാട്സപ്പ് നമ്പറുകൾ ഉണ്ടോ? ഉണ്ട്. മെയിൽ ഐ ഡി എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും സാർ. ഇനി പിന്നെ വേറെ ഒന്നുണ്ട്, എല്ലാവർക്കും ഞാൻ ചെയ്തു കളയുമെന്ന് ധരിക്കരുത്. ഇല്ല, സമയം സാഹചര്യം അതനുസരിച്ചിട്ട് ഞാൻ ചെയ്തു. ശരി. അപ്പൊ എന്തായാലും ഞാൻ അവനെ ഇപ്പൊ കോൺടാക്ട് ചെയ്ത് പറഞ്ഞോളാം. അപ്പൊ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന് പ്രത്യേകം നന്ദി. വളരെ രണ്ടായാലും വളരെ സന്തോഷം. ഓക്കെ. അപ്പൊ നമസ്കാരം. നമ്മളിത് ബിൽഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡിസൈനിങ് ക്രിയേഷൻ നമ്മുടെ മണർകാടാണ്. അദ്ദേഹമാണ് ആള് കേട്ടോ. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. വർക്കുകളൊക്കെ അടിപൊളിയാണ്, ഞാനെല്ലാം കണ്ടു. നമ്മുടെ ഓട്ടോക്കാട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ മനോഹരമാണ്. ഇദ്ദേഹം സംസാരിച്ചോളൂ. എന്റെ ശരിക്കുള്ള താമസം മണർകാട്, കോട്ടയത്തു നിന്നൊരു 12 കിലോമീറ്റർ, മണർകാട് പള്ളിക്ക് തൊട്ടടുത്ത്. മണർകാട് ജംഗ്ഷനിൽ നിന്ന് കിടങ്ങൂർ പാലാ റൂട്ടിലേക്ക് വരുമ്പം മണർകാട് ജംഗ്ഷനിൽ 1 കിലോമീറ്റർ വടക്കോട്ട് വരുമ്പോഴത്തേക്കും പെരുമാനൂർക്കുളം എന്ന് പറയുന്നൊരു ജംഗ്ഷനുണ്ട്. ജംഗ്ഷനോട് ചേർന്ന് റോഡ് സൈഡിൽ തന്നെ താമസം. ഓക്കെ. അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. മനോഹരമായ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. പ്രദീപേട്ടന് പ്രത്യേക നന്ദി. സൈനിങ് ഓഫ്, ഷിയാസ് ചങ്ങനാശ്ശേരി.